നമസ്കാരം. 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 നമ്മൾ ഒരുമിച്ചാദ്യം ഇതിനു മുമ്പ് പ്രേക്ഷകർക്ക് അറിയായിരിക്കും സുദർശൻ നമ്പൂതിരിയെ. സുദർശൻ ദീർഘകാലത്തെ മാധ്യമപ്രവർത്തന പരിചയമുള്ള ആളാണ്. മറുനാടനിലേക്ക് എത്തിയിട്ട് അധികം കാലമായിട്ടില്ല. സൽസ്വഭാവി, ശാന്ത സ്വഭാവം, അതൊക്കെയാണ് നന്ദി, സ്നേഹം. പക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ രാഷ്ട്രീയമൊന്നുമല്ല. ഒരുപാട് ദുരന്തങ്ങളിങ്ങനെ നമ്മുടെ ചുറ്റിനും നടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഇത്തരം ദുരന്തങ്ങൾ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ കാണുന്നത് മുഴുവൻ. ഞാനിപ്പോൾ എന്നെ സങ്കടപ്പെടുത്തിയ 2-3 വാർത്തകൾ. ഒന്ന്, ഈ ചേർത്തലയിൽ ഒരു കാറ് പോയി ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇടിച്ചിട്ട് 1.5 വയസ്സുള്ള കൊച്ചങ്ങ് മരിച്ചു. കൊണ്ടേയിരുന്നു. ഭയങ്കര സങ്കടമാണ്. അത് എങ്ങനെയാണ് ഈ 1.5 വയസ്സുള്ള കൊച്ചു മാത്രം മരിച്ചതെന്ന് എനിക്ക് പിടി. ഒരുപക്ഷെ കുട്ടിക്ക് എങ്ങനെയാണ് കൊച്ചിനെ തന്നെ ഇരുത്തും എനിക്കറിയില്ല. അത് ഒന്നുകിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കുഞ്ഞുങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ വാസ്തവത്തിൽ ഈ കാർ സീറ്റ് ഉണ്ടാക്കി ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കണ്ട, പിൻ സീറ്റിൽ ഇല്ലാതെന്ന് തോന്നുന്നു. ശരിക്കും മോട്ടോർ വാഹന നിയമപ്രകാരം 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെ ചെയ്യണം. ഇംഗ്ലണ്ടിലൊക്കെ 11 വയസ്സിൽ താഴെയുള്ളവർക്ക് നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ ഇളയ ഇറക്കനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട്, അവരിരിക്കത്തില്ല. അപ്പം അത് ഭയങ്കര സങ്കടമായിപ്പോയി. അത് അങ്ങനെ അത്തരം അപകടങ്ങൾ ഇവിടെ പതിവാണ്. അതെ, പലപ്പോഴും അപകടം ഉണ്ടാകുമ്പം തെറിച്ചു പോകുന്ന കുട്ടികളാണ്. അതെ, അവരാണ് ഈ പലപ്പോഴും മരിച്ചത്. അപ്പോൾ എനിക്ക് ആ കുഞ്ഞിൻ്റെ മരണ വാർത്ത ഭയങ്കര സങ്കടം തോന്നി. ഹസേന എന്നുകൊണ്ട് ആ കുഞ്ഞിൻ്റെ പേര്. അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയ സങ്കടം ഉണ്ടായ വാർത്ത, അതെനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ വാർത്ത, ഈ കോഴഞ്ചേരി, പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, അയാൾക്ക് കുഞ്ഞുണ്ടായി. ജോലി കഴിഞ്ഞ് ഓടി വന്ന് കൊച്ചിനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കി കളിക്കാനായിട്ട് രാത്രിയിൽ. അപ്പോൾ ഭയങ്കര നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്നൊരു പരിപാടിയാണ്. ഞാൻ ഒരുപാട് എൻ്റെ കുടുംബത്തിലും പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ അപ്പന്മാരൊന്ന് കളിപ്പിക്കുന്നത് എടുത്തിങ്ങനെ എടുത്ത് പൊക്കി എറിഞ്ഞിട്ട് അവർ ചാടിപ്പിടിക്കും. കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഫ്രീ ഫാൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കണ്ണിങ്ങനെ ചാടും. അതിൽ പിള്ളേരങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. പണ്ട് വല്യമ്മച്ചിമാരൊക്കെ പറയും തലയ്ക്ക് മീതെ കുഞ്ഞുങ്ങളെ പിടിക്കരുത്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ? ഡെഫിനറ്റ്ലി ഇതൊരു വല്ലാത്തൊരു ദുരന്തമാണ്. ഇത് വലിയൊരു പാഠമാണ്. ഇനി ഒരിക്കലും ഇപ്പം ബക്കറ്റിൽ വീണ് പിള്ളേർ മരിക്കും. അതെ, ഒരു കാലത്ത് സ്ഥിരം കേട്ട് കഴിവിയായിരുന്നു അത്. ബക്കറ്റിൽ വീണ് പിള്ളേർ മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധയുണ്ട്. അതായത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ബക്കറ്റ് വെള്ളം നിറച്ച് വെക്കാൻ പാടില്ല. അതെ, അപകടകരമായ ഒരു സാധനവും തീ, വെള്ളം, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ. പിന്നെ ഈ ആൾമറയില്ലാത്ത കിണറ്റിലൊക്കെ വീണ് വലിയ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് നാട്ടിൻപുറത്തൊക്കെയാണ് ഇത് കൂടുതലും സ്ഥിരമായിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആ കുഞ്ഞ് താഴെ വീണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് പേടി വരും. അപ്പോൾ അത്തരം വാർത്തകളുടെ ഒരു ബഹളമാണ്. അപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കോഡ് ഡെത്ത് എന്ന് പറഞ്ഞൊരു വലിയ സങ്കല്പമുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും കുഞ്ഞുങ്ങളെ കൂടെ കിടത്തത്തില്ല അപ്പൻ്റെ അമ്മയുടെ കൂടെ. അപ്പോൾ ഈ അപ്പൻ്റെ അമ്മയുടെയും ചൂടേറ്റ് വളർന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് സാഹിബിൻ്റെ പിള്ളേരൊക്കെ ഇങ്ങനെ മോശമെന്ന് പറയുന്ന കഥയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് ഒരുപാട് അപകടം ഉണ്ടാക്കുന്നുണ്ട്, മരണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് പഠനമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ കൂടെ കിടക്കുന്നത്. എൻ്റെ മോൻ 15 വയസ്സായാലും മാറിക്കിടക്കത്തില്ല, നമ്മൾ വീമ്പ് പറയും. അതെ, പക്ഷേ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിക്കും. അപ്പനോ അമ്മയോ ഉരുണ്ട് കുഞ്ഞിൻ്റെ മേലത്തേക്ക് വീഴുകയോ അല്ലെങ്കിൽ കുഞ്ഞറിയാതെ തന്നെ കുഞ്ഞിൻ്റെ ശ്വാസത്തെ ബാധിക്കുന്നത് മരിക്കും. അത് കോഡ് ഡെത്ത് എന്ന് പറഞ്ഞു. അത് അതിനെക്കുറിച്ച് പഠനമൊക്കെ ആവും. നമ്മുടെ ഇവിടെ ഒരിക്കലും ഇല്ല. അപ്പം ഈ സുരക്ഷാ ഇല്ലായ്മകളും അതിൻ്റെ ദുരന്തങ്ങളുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇന്ന് വെളുപ്പിന് വന്ന നമ്മൾ ഉണർന്നത് ആ വാർത്ത കേട്ടുകൊണ്ടാണ്. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ മിമിക്രി രംഗത്തു നിന്നൊക്കെ തന്നെ കടന്നു വന്ന് ഒരുപാട് കഷ്ടപ്പാടുകളുമായി പടവെട്ടി കലാരംഗത്തെത്തി, ചലച്ചിത്ര മേഖലയിലെത്തി. നല്ല ഒരു തനതായ ഹാസ്യം, സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല കൗണ്ടർ, ഈ സ്റ്റേജ് ഷോകളിലും അതുപോലെ തന്നെ ചാനൽ പരിപാടികളിലൊക്കെ തിളങ്ങി നിന്ന ഒരു താരം. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വതസിദ്ധമായ നർമ്മശൈലിയൊക്കെ. ആ മനുഷ്യനാണ് വിടവാങ്ങിയത്. 2 കുട്ടികൾ, ഒരു മുതിർന്ന കുട്ടിയും ഒരു ചെറിയ കുട്ടിയും, ഭാര്യയും അനാഥരായി എന്നുള്ള വളരെ ദുഃഖകരമായ, സങ്കടകരമായ, സമാനതകളില്ലാത്ത സങ്കടം തരുന്നൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. എനിക്ക് അതിൻ്റെ അകത്തൊരു ഒരുപാട് വിഷമങ്ങളുണ്ട്. ഒന്ന്, 39 വയസ്സുള്ള അവനൊരു വീട് വെക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചില്ല. ടിനു ടോം കണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. ടിനു ടോം അല്ല, ഒരു വീട് വെക്കാൻ അവന് സാധിച്ചിട്ടില്ല. പക്ഷേ ഇവൻ ഭയങ്കര സൂപ്പർ സ്റ്റാറാണ്. നമ്മൾ പലപ്പോഴും അറിയാതിരിക്കുന്നത് ഈ നമ്മുടെ സമൂഹത്തെ നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, അവർക്ക് വാർത്തയോ ഒന്നും അവർക്ക് ജീവിതമേ അല്ല. അവർ വേറൊരു തരം കൾച്ചറിൽ ജീവിക്കുന്ന, വേറെ തരം സംസ്കാരം, വേറെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. അവർ സാധാരണക്കാരായ മനുഷ്യരാണ്. അതിൻ്റെ അത് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ആ പിള്ളേരില്ലേ, ഈ ബുൾജെറ്റ് മറ്റേ വണ്ടിക്ക് ആ പിള്ളേരുടെ വീഡിയോകൾക്കുള്ള സ്വീകാര്യതയുണ്ട്. അവരൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മില്യൺസാണ് കാഴ്ചക്കാർ. ആ പിള്ളേരെ അറസ്റ്റ് ചെയ്ത സമയത്ത്
നാളെ കേരളം കത്തുമെന്നൊക്കെ പറഞ്ഞാണ് പിള്ളേർ പറഞ്ഞൊരു പോസ്റ്റ്, കൊച്ചു പിള്ളേർ, എനിക്ക് പരിചയമുള്ള പിള്ളേരൊക്കെ. അപ്പം ഞാൻ പറഞ്ഞേ അതിൻ്റെ വേറൊരു വകഭേദമാണ് ഈ ബിഗ് ബോസ് ഒക്കെ. ബിഗ് ബോസിനൊക്കെ എന്തൊരു സ്വീകാര്യതയാണ്. അപ്പം നമുക്ക് വേണേൽ കളിയാക്കാം, നമ്മളത് മോശമാണ്, ബിഗ് ബോസ് ആണ്, പൈങ്കിളിയാണെന്നൊക്കെ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ കൃത്യമായ പരിപ്രേക്ഷ്യമാണ് ഈ ഒരു സമൂഹം എന്ന് പറയുന്നത്. ശരിയാണ്. അപ്പം ഈ പറയുന്ന സാധാരണക്കാരുടെ യഥാർത്ഥ സൂപ്പർ സ്റ്റാറായിട്ട് വരും ഈ പറയുന്ന ഉല്ലാസിനെ പോലുള്ള, അല്ല സുധിയെ പോലുള്ള ആളുകൾ. കാരണം ഇവർ സമൂഹത്തിൻ്റെ താഴ്ത്തത്തട്ടിൽ നിന്ന് വരുന്നവരാണ്, ഇവർ എലീറ്റ് ക്ലാസ് അല്ല. അപ്പം നമ്മളിപ്പം വലിയ സാംസ്കാരിക നായകർ അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഞാൻ അത്ഭുതത്തോടെ കാണും. നമ്മുടെ സാംസ്കാരിക നായകരെ നമ്മൾ ഉയർത്തിക്കാട്ടുന്ന പല എഴുത്തുകാരും, ഒരു കവി ONV ഗ്രൂപ്പ്, നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ കവികളുടെ ONV ഗ്രൂപ്പിൻ്റെ ഒരു പുസ്തകം എത്ര കോപ്പി വിറ്റുപോകും? 5000 ഒരു 6000 കോപ്പി, കൂടിയ 10000 കോപ്പി, അത്രയേ ഉള്ളൂ. ഇനി മറ്റ് കവികളുടേതാണെങ്കിൽ 2000 അല്ലെങ്കിൽ 3000 കോപ്പി. അവരാണ് നമ്മൾ, അതായത് വെറും 2000-ഓ 3000-ഓ പേരോ വായിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ ഉടമയായിരിക്കുന്ന ആളാണ് നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക നായകരെ ഉയർത്തിക്കാട്ടുന്നത്, സാംസ്കാരിക ഔന്നത്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ അവർ സ്വാധീനിക്കുന്നതിൽ എത്രയോ അധികം സ്വാധീനിക്കുന്നുണ്ട് ഈ പറയുന്ന ഇന്നും അന്തരിച്ച സുധിയെ പോലുള്ളവർ. തീർച്ചയായിട്ടും. കാരണം അവരുടെ ആ ഒരു സൗകുമാര്യത്തിന് വേണ്ടി, അവരുടെ ആ നിഷ്കളങ്കമായ ചിരിക്ക് വേണ്ടി, അവരുടെ നിഷ്കളങ്കമായ കൗണ്ടറിന് വേണ്ടി, അല്ലെങ്കിൽ ആ അപ്പം തന്നെ കുറിക്കുകൊള്ളുന്ന ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു ജനവിഭാഗമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ താഴത്തെ തട്ടിലുള്ള മനുഷ്യരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ നടന്നത്. അതെ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പണ്ടിപ്പോൾ കാർട്ടൂൺ, ഫോർ എക്സാമ്പിൾ, നമുക്ക് കാർട്ടൂൺ കാണാനുള്ള ഏക വഴി പത്രങ്ങളിലെ മാഗസിൻസ് ആയിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് ടോമിനെ പോലുള്ളവരെ, എന്തിനേറെ അബു അബ്രാമിനെ പോലുള്ളവരൊക്കെ വലിയ ആളുകളായി മാറി. പക്ഷെ ഇത് കാർട്ടൂൺ ആരും ഈ പത്രങ്ങൾ നോക്കുന്നില്ല. ഇപ്പം മനോരമയിലെ കുഞ്ചിക്കുറുപ്പാണെങ്കിലും, പിന്നെ ഇത് മിസ്സിസ് നായർ, വനിതയിലെ മിസ്സിസ് നായർ ആണെങ്കിലും, മിസ്സിസ് നായർ ഇല്ല. പിന്നെ മാതൃഭൂമിയിലെ കാകദൃഷ്ടി എന്ന് പറഞ്ഞിട്ട് ഗോപികൃഷ്ണൻ വരയ്ക്കുന്ന, ഇതൊക്കെ പ്രസക്തി പോയി. കാരണം ഇതിനേക്കാൾ മനോഹരമായ കാർട്ടൂണുകൾ സോഷ്യൽ മീഡിയ ലഭ്യമാണ്. ഞാൻ പറഞ്ഞത് ഇവർ നമുക്കറിയാവുന്നല്ലേ, ഒരു മനോരമയ്ക്കൊരു കാർട്ടൂണിസ്റ്റ് അല്ലെ മാതൃഭൂമിക്കൊരു കാർട്ടൂണിസ്റ്റ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് കാർട്ടൂണിസ്റ്റുകൾ വരികയും അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കാർട്ടൂൺ വരയ്ക്കുകയും ചെയ്യും. അതിനൊക്കെ എത്രയോ നല്ലതാണ് ട്രോളുകൾ. ഞാൻ പറഞ്ഞ കാർട്ടൂണിൻ്റെ ലക്ഷ്യം എന്താണ്? ചിരിപ്പിക്കുക, ആക്ഷേപഹാസ്യം. പക്ഷേ ഈ ട്രോളുകൾ എത്രയോ രസമാണ്. ഒരു സംഭവം ഉണ്ടായ, ഒരു ട്രാജഡി ഉണ്ടായാൽ പോലും ആ സെക്കൻഡ് ട്രോൾ ഇറങ്ങുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ സാംസ്കാരിക നായകരായി കരുതിയിരുന്ന കാർട്ടൂണിസ്റ്റുകളെക്കാൾ പ്രഗത്ഭന്മാർ, പേരറിയാത്ത ഈ ട്രോളർമാർ ഇവരൊക്കെയായി മാറി. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്പേസിലാണ് സുധിയെ പോലുള്ളവർ വളർന്നു വന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ചാനലിൽ അതിൻ്റെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നു കലാഭവൻ മണിയിൽ നിന്നായിരുന്നു തോന്നുന്നു. അതെ, അദ്ദേഹമാണ് ഈ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന കലാകാരന്മാരിലെ ആദ്യ ബാച്ചിലുള്ള ഒരു ഗ്രൂപ്പ് അല്ലേ? അതെ, തീർച്ചയായും. ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർ നല്ല കലാകാരന്മാരുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ ഒതുങ്ങുമായിരുന്നു. അവരുടെ ആ ഒരു ഇട്ടാവട്ടത്തിനുണ്ട്. ചിലപ്പോൾ മേസരി പണിക്ക് പോകുന്നവരായിരിക്കും, മേക്കാട് പണിക്ക് പോകുന്നവരായിരിക്കും. അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് അവര് ഇപ്പോൾ താരങ്ങളായി മാറുക, മുഖ്യധാരയിൽ വന്നിരിക്കും. അവരാണ് പലപ്പോഴും ഈ അന്ന് ആകപ്പാടി ഉണ്ടായിരുന്ന മിമിക്സ് പരേഡും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ, ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്ന് അവരെ ഒന്നും വേണ്ട. അവരുടെ ഒരു ഫേസ്ബുക്കിൽ പോയി അവരൊരു എന്തെങ്കിലും ഒരു തമാശ കാണിച്ചാൽ അപ്പം അത് വൈറലാവും. അപ്പോൾ ആ രൂപങ്ങൾ ആളുകളുടെ മനസ്സിൽ നിൽക്കും. അവരെ തേടി ചാനലുകളെത്തും. ഇപ്പം ഫ്ലവേഴ്സും മഴവിൽ മനോരമയും സിയും ഒക്കെ തമ്മിൽ മത്സരം. അതെ, എല്ലാത്തിലും കോമഡി മത്സരങ്ങളല്ലേ, പ്രോഗ്രാമുകളും മത്സരങ്ങളും. അപ്പോൾ ഇവർക്കെല്ലാം അവസരങ്ങൾ. അപ്പോൾ ഈ അവസരങ്ങളിൽ തന്നെ കുറേ ആളുകൾ സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സ്റ്റേജ് ഷോകളാണ്. അതെ, സ്റ്റേജ് ഷോകൾ. പക്ഷേ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തത് ഈ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുന്നവർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിഫലം കിട്ടുന്നില്ല. കാരണം ഒരു 1 ലക്ഷം രൂപയിലൊന്നും കൂടുതൽ ആരും ഒരു സ്റ്റേജ് ഷോയ്ക്ക് മുടക്കത്തില്ല. ശരിയാണ്, കൊടുക്കില്ല. 1.25 ലക്ഷം മൊത്തം എല്ലാം കൂടെ എത്ര പേരുണ്ടാവും? അതെ, എത്രയധികം. അപ്പോൾ ഒരു 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപയ്ക്കുള്ളൊന്നും ഇവർക്ക് കിട്ടത്തില്ല ഒരു പരിപാടിക്ക്. നമ്മളൊരു കൂലിപ്പണി എടുക്കുന്നവർ കൊടുക്കണം 1000 രൂപ, 1200 രൂപ. അപ്പോൾ ഇവരെ ഇതിൽ നിന്നും മിച്ചം വെച്ച്, ഇവർക്കുള്ളത് ഈ സെലിബ്രിറ്റി പരിവേഷം മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്നും മിച്ചം വെച്ചിട്ടാണ് ഇവരൊരു വീട് പണിയുന്നതും ഒരു എന്താ പറയണ ഒരു അവരുടെ സ്വപ്നങ്ങൾ, എന്തെങ്കിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയൊരു ഡ്രസ്സ് വാങ്ങുന്നതും ഒക്കെ. അതെ, അവിടെയാണ് ഈ ആ പയ്യൻ ഇപ്പം മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ട്, വല്ലാത്തൊരു വിഷമമുണ്ട്. ശരിയാണ്. അപ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു വലിയ സുന്ദരമായ ഭാവിയുണ്ട്. ഇപ്പം കലാഭവൻ മണി മരിച്ചു പോയപ്പോൾ നമുക്ക് അത്രയും സങ്കടപ്പെടേണ്ട. കാരണം എന്താ വെച്ചാൽ
മണി തന്നെ വരുത്തി വെച്ചത് ഒരു പരിധി വരെ. മാത്രമല്ല അയാൾ കുറച്ചങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ചെയ്തു. അല്ല അയാൾക്ക് ഒരുപാട് സാധ്യത ഉണ്ട്. പക്ഷേ മദ്യപാനം അയാളെ വല്ലാതെ തകർത്തു. എപ്പോഴും നമ്മുടെ ആരോഗ്യം നോക്കാതെ ഞാൻ ഈ എല്ലാവരോടും പറയാറുണ്ട്, നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും അതെ. ഞാൻ എല്ലാ മനുഷ്യരോടും ഞാൻ പറഞ്ഞൊരു കാര്യം, ആരോഗ്യം 1, 2 മനസ്സമാധാനം. അപ്പം എന്നോടൊപ്പം എനിക്ക് മനസ്സമാധാനം ഉണ്ടോ? എനിക്ക് മനസ്സമാധാനം ഉണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഒരു ജോലി, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വിമർശനമാണ് മെയിൻ പണി. ഞാൻ പറഞ്ഞാൽ ഒരു തുമ്പാ പണി എടുക്കുന്ന ഒരാളല്ല, ഒരു മേക്കാട് പണി എടുക്കുന്ന ആൾ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ പണി വിമർശനമാണ്. ആരെ വിമർശിക്കണം? ഭരണകൂടത്തെ വിമർശിക്കണം, പൊതുസമൂഹത്തെ വിമർശിക്കണം. പൊതുസമൂഹത്തിൽ അപ്പം ഈ പണി ചെയ്യുമ്പോൾ ഞാൻ എന്തിനാ മനസ്സമാധാനം പോകുന്നത്? അതെ, ഒരു മാധ്യമപ്രവർത്തകന്റെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും സമൂഹത്തോടാണല്ലോ ഉത്തരവാദിത്വം. ശരിയായിരിക്കണം. അതെ, കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. അത് സമ്പൂർണ്ണമായും ശരിയെന്ന് ബോധ്യമുള്ളതല്ലേ ഷാൻ ചേട്ടൻ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ കേസൊക്കെ ഉണ്ടാവും, അത് അതിന്റെ വഴിക്ക് പോകും. അതിന്റെ വഴിക്ക് അത്രേ ഉള്ളൂ. ചിലർ പൂട്ടിക്കെട്ടാൻ തുടങ്ങി. ഇപ്പൊ കണ്ടില്ല, അൻവർ ഖാനെ പൂട്ടുമെന്ന് പറഞ്ഞ് വാശിയിലാണ്. അതിപ്പോൾ അങ്ങനെ വാശിയെടുക്കാൻ അങ്ങേർക്കും പറ്റും. കാരണം അങ്ങേരുടെ ഒരു തുടർച്ചയായിട്ടുള്ള അഴിമതിയുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒക്കെ കഥകളുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മളാണ്. എല്ലാവരും കൊടുക്കും ഏഷ്യാനെറ്റും. അപ്പം ഏഷ്യാനെറ്റിനെ അവർ കൊട്ടേഷൻ ചെയ്ത് എന്തൊക്കെ കേസൊക്കെ എടുത്ത്, എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിന് ഇത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. മറ്റേ പോക്സോ കേസൊക്കെ എടുത്തല്ലോ. പോക്സോ ഒക്കെ എടുത്തു. ഇതൊക്കെ തട്ടിപ്പാണ്. അതായത് ഞാൻ പറഞ്ഞ ഈ പോക്സോ കേസ് കേൾക്കുമ്പോൾ നമുക്കെന്തോ വലിയ കുഴപ്പമാണെന്ന് തോന്നുന്നു. ചുമ്മാതാ. ഈ പോക്സോ കേസ് എന്താണെന്നറിയോ? ഈ പോക്സോ നിയമത്തിൽ ഒരു വകുപ്പുണ്ട്. അതായത് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ, ഏത് ഇരകളുടെ പ്രായപൂർത്തിയാവുന്നുണ്ട് പ്രസിദ്ധീകരിച്ചാൽ കേസെടുക്കണം. പക്ഷെ അതിന് ശിക്ഷ എത്രയാണെന്നറിയോ? 6 മാസം. ഈ 6 മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. അത് നമ്മുടെ പേരിലുണ്ടാക്കുന്ന, പലപ്പോഴും നമ്മുടെ പേരിലൊക്കെ ചാർജ് ചെയ്യുന്ന, ഇപ്പം വാർത്തയുടെ പേരിൽ ചാർജ് ചെയ്യുന്ന പല കേസുകളും 2 വർഷം വരെ തടവ് കിട്ടാവുന്നതാണ്. അതിൻ്റെ അത്രയും ഗൗരവം പോലും ഇതില്ല. പക്ഷെ പോക്സോ കേസിലെ പ്രതി എന്ന് പറയുമ്പോൾ ആളുകൾ കരുതും എന്താണ്, ഇവരെന്തോ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് കരുതും. അപ്പം ഇവരൊക്കെ അങ്ങ് പേടിച്ചു. ഇവരൊക്കെ മുൻകൂർ ജാമ്യത്തിന് പോകുന്നു, അതിന് പോകുന്നു. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ഞാനൊന്ന് സിന്ധു സൂര്യകുമാറോട് വിനുവിനോട് ഞാൻ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട എവിടെ? നിങ്ങൾ ക്രൈം ചെയ്താലാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയാലാണ്. നിങ്ങൾ വാർത്ത ചെയ്തു, ആ വാർത്തയിൽ എന്തെങ്കിലും പെശ കൊണ്ടായി കാണും. ആ പെശയുടെ പേര് നിങ്ങളെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല, നിങ്ങളെ ജയിലിലടയ്ക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഖജനാവിലെ പണം കൊടുത്ത് പോലീസ് പറയാം അത് അവന്മാർ വീശിട്ട് പോട്ടെ. ഇപ്പം നമ്മുടെ പേരിൽ എത്ര കേസ് വരാറുണ്ട്. പോലീസ് വന്ന് അവന്മാർ വന്നിട്ട് പരിശോധിച്ച് ലിസ്റ്റ് അവർ പൊക്കോട്ടെ. പോലീസുകാർ അടിസ്ഥാനപരമായി ഉപദ്രവിക്കാൻ ആഗ്രഹമുള്ളവരല്ല. അവരും ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന മനുഷ്യരാണ്. അവർക്ക് ശരിയും തെറ്റുമൊക്കെ അറിയാം. പക്ഷെ അവർക്ക് പൊളിറ്റിക്കൽ സമ്മർദ്ദം വരുമ്പോൾ പക്ഷെ അവരൊരിക്കലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ കയറി ഈ ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ അത് ഇതിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ, ഞാനിപ്പോൾ രാവിലെ മുതൽ വാർത്തയുടെ ലോകത്ത് നിൽക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് ഉച്ചയോടുകൂടി എൻ്റെ പ്രധാനപ്പെട്ട വാർത്തയൊക്കെ തീർക്കും. ഉച്ച കഴിഞ്ഞാണ് ഈ ലൂസ് സ്റ്റോക്ക് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു 4-4:30 എൻ്റെ പണി കഴിഞ്ഞിട്ട് പോയി പറമ്പിലേക്ക് ഇറങ്ങുവാണ്. കൃഷിക്ക് അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ വേർത്ത് അവിടെ പണിയുമ്പോൾ കിട്ടുന്ന റിലാക്സേഷൻ പിന്നെ വേറൊരു ലോകം. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ പിന്നെ അത് കഴിഞ്ഞു, നമ്മുടെ വാർത്തയുടെ ലോകം അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കൃഷിയുടെ ലോകത്തിന് പിന്നെ ഫാമിലിയാണ്. അപ്പം ഇങ്ങനെ ജീവിതത്തെ കണ്ടാൽ നമുക്ക് സമാധാനം. അവിടെ സമാധാനം അതേ പറഞ്ഞ ആരോഗ്യം നോക്കുക, മനസ്സമാധാനത്തോടെ ഈ 2 കാര്യം ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. അപ്പം ഇത് അവനവൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്താൽ മനസ്സമാധാനം ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു ബേസിക് അല്ലേ. നമുക്ക് ആർത്തി വരുമ്പോൾ, ആർത്തി വന്നാൽ മനസ്സമാധാനം അതെന്തിനോടായാലും. അതുപോലെ തന്നെ കുത്തിത്തിരിപ്പും അസൂയയും പാരയും ചില ആളുകളുണ്ട്. ഒരു തരത്തിലും ഒരു പ്രയോജനവും കാണത്തില്ല. പക്ഷെ അവർ കുത്തിത്തിരിപ്പിനും പാരയ്ക്കൊക്കെ പോകും, ഒരു നേട്ടം കാണത്തില്ല. അവ ചുമ്മാ അവനിട്ടൊരു പണി കൊടുത്താൽ ഒരു പ്രത്യേക മനസ്സുഖം. ഈ മനസ്സുഖം താൽക്കാലികമാണ്. അത് ഒരിക്കലും അവന് ജീവിതകാലം മുഴുവൻ സമാധാനം കൊടുക്കത്തില്ല. മാത്രമല്ല തിരിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മണിയുടെ കാര്യത്തിൽ മണി ഒരു അശ്രദ്ധ കാട്ടി. ഇപ്പം മണി ഇംഗ്ലണ്ടിൽ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ഞാനുണ്ടായിരുന്നു. അത് ഞാൻ നമ്മൾ തുടക്കകാലത്ത് ഒരുപാട് സ്റ്റേജ് ഷോകൾ അവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പം അന്ന് മണി അരയിലിങ്ങനെ മദ്യം തിരികെ നടന്നിരുന്നത്. ശരി. അപ്പം എന്നിട്ട് മണിയുടെ ശരീരത്തിൻ്റെ അന്ന് ഏതാണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. മണിയുടെ ശരീരത്തിൻ്റെ അനാരോഗ്യം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പല ഉടുപ്പുകളിട്ട് സെറ്ററൊക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. അല്ലെങ്കിൽ കാരണം അത്രമാത്രം ശരീരത്തെ പോലും ബാധിച്ചു. പക്ഷെ എന്നിട്ടും അദ്ദേഹം മദ്യപാനം തുടങ്ങിയിരുന്നു. അപ്പം വടക്കേ ഇന്ത്യൻ അമേരിക്കയിലെയൊക്കെ പോപ്പ് സ്റ്റാറുകൾ, ഈ പോപ്പ് സ്റ്റാറുകളെല്ലാം 30 വയസ്സിൽ താഴേക്ക് മരിച്ചു പോകും.
ഇച്ചിരി കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നത് മൈക്കിൾ ജാക്സണാണ്. മൈക്കിളും 50 വയസ്സ് കടന്നില്ല. ഇല്ല, 47 വയസ്സുണ്ട്. നോക്കണം, 47 വയസ്സ് വരെ ജീവിച്ചിരുന്ന മൈക്കിൾ ജാക്സൺ ലോകത്തിൽ ഒരുപക്ഷെ ഈ ഒരു 10-50 വർഷം കഴിഞ്ഞാൽ മൈക്കിൾ ജാക്സൺ 47ാമത്തെ വയസ്സ് മരിച്ചു നോക്കില്ല. ഇല്ല. നമ്മുടെ വയലാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ വയലാർ 40 വയസ്സാവുന്നതിന് മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൺ. അപ്പോൾ അത്രയും പക്ഷെ പല ഇപ്പം ആൻ വൈക്കുമ്പെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ പല ആളുകളും പ്രിൻസ് എന്ന് പറയുന്ന ആൾ, ഇവന്മാരൊക്കെ 25-26 വയസ്സ് മരിച്ചു പോകും. ലഹരി പലതരത്തിലുള്ള ലഹരിയാണ്. അപ്പോൾ അതുപോലെ ഈ മദ്യം എന്ന് പറയുന്ന സാധനം ലഹരിയായി മാറിയിട്ട് മരിച്ച ആളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ അതിനോട് നമുക്ക് അവരെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് അവർ തന്നെ തിരഞ്ഞെടുക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ ആക്സിഡൻറ്റ് മരിക്കാത്തവരല്ല, വേദനാജനകമാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ആ കുടുംബത്തെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. മാത്രമല്ല ഒരു നിർഭാഗ്യം ചെയ്ത ചെറുപ്പക്കാരനായിരുന്നു അയാൾ. അപ്പോൾ അയാൾ എനിക്കൊന്ന് 3ാമത്തെയോ മറ്റോ ഭാര്യയാണ്. ആദ്യത്തെ ഭാര്യ പിണങ്ങിപ്പോയി, കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ തന്നെ പിണങ്ങിപ്പോയി. പിന്നെ ആ ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ടാണ് ഇയാൾ ഈ പരിപാടിക്കൊക്കെ പോയതെന്നാണ് അയാൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് എനിക്കൊന്ന് ഭാര്യയാണോ ലിവിങ് ടൂതറാണോ എന്ന് അറിയത്തില്ല. അതും തെറ്റി. ഇപ്പോഴുള്ളത് ഭാര്യയാണെന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള ഭാര്യയാണ്. അതിലൊരു ചെറിയ കുട്ടിയുണ്ട്. ആ ഭാര്യയോട് വലിയ അടുപ്പമായിരുന്നു. കാരണം അയാൾ വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചത്. മാത്രമല്ല ഈ മൂത്ത കുട്ടിയെ മകനെ പോലെയാണ് ഇവർ കരുതുന്നത്. ആദ്യ ഭാര്യയുടെ മകനെന്ന് പറയുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ അവർ വീണ്ടും അനാഥയായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത്. കാരണം ഇവരുടെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ചെറിയതായി കലയിൽ സമ്പാദിച്ചിരിക്കുന്ന സ്വത്തുക്കൾ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു നല്ല കാലം, വിശ്രമജീവിതം അവരൊക്കെ സ്വപ്നം കാണും. പക്ഷെ അതിന് മുമ്പ് അപ്പയ്യൻ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത്യന്തം കഷ്ടകരമാണ്. നമ്മൾ ഷാൻചേട്ടൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ. ഞാനിപ്പം മോളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി നീളെ പണികൾ നടക്കുന്നു, കുഴികൾ അതുപോലെ കിടക്കുന്നു. ഈ സ്കൂൾ തുറന്നിട്ട് ഇത്രയും വണ്ടികൾ ഇതിലേ ഓടുന്നു, ഇത്രയും ട്രാഫിക് ഇവിടെയുണ്ട്. അവിടെയെല്ലാം വഴി കുഴിച്ച്, അതായത് ഈ ചരലിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ പാളി തെന്നി വീഴും. അങ്ങനെ അതേപടി ഇട്ടിരിക്കുകയാണ്. ഒരു നടപടി തലസ്ഥാന നഗരത്തിൻ്റെ സ്ഥിതിയാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ, MC റോഡ് അടക്കമുള്ള റോഡുകളുടെ സ്ഥിതിയാണ് പറയുന്നത്. അതൊക്കെ അപകട സാധ്യതയാണ്. കാരണം നമ്മൾ വാക്കല്ലാതെ നമ്മൾ ബ്രേക്ക് ഒന്ന് പിടിച്ചാൽ, വശമില്ലാതെ പിടിച്ചാൽ നമ്മൾ ഉരുണ്ട് വീഴും. ഈ കിംസ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയില്ലേ, കുമാരപുരത്ത് ആനയിറക്കി പോകുന്ന വഴി, അത് എത്രയോ കാലമായിട്ട് വഴി മുഴുവൻ ഒരു വശം മുഴുവൻ പൊളിച്ചിട്ടിരിക്കുന്നു. അത് ഇതുവരെ ശരിയായില്ല. 2-3 വർഷമായി. എന്താ സ്ഥിതി? നമ്മുടെ തലസ്ഥാനത്ത് ഇങ്ങനെ മറ്റ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ സമാനമായ സ്ഥിതിയാണ്. ഒരാഴ്ച മുമ്പ് ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. ഞാൻ അവിടെ പോയി, ഞാൻ എപ്പോഴും അവിടെ ചെന്നാലും വണ്ടി വാടകയ്ക്ക് എടുക്കും. എനിക്ക് അവിടുത്തെ ലൈസൻസ് ഉണ്ട്, പണ്ടേ എടുത്ത് വെച്ച ലൈസൻസ്. എനിക്ക് 10 കൊല്ലം കൂടെ പുതുക്കണം. എനിക്ക് 2ാം തവണ പുതുക്കാറായി. എനിക്ക് എൻ്റെ 20 കൊല്ലം പൂർത്തിയാവുന്നു. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും എൻ്റെ 2ാമത്തെ പുതുക്കലാണ്. അപ്പോൾ ഞാനൊരു കാർ വാടകയ്ക്ക് എടുക്കും. അവിടെ നമുക്ക് ആ വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യും. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയപ്പോഴേ ഒരു ചെറിയ പണി, എന്തെങ്കിലും റോഡിൻ്റെ ഒരു 2 മണിക്കൂർ നേരത്തെ പണിയാണെങ്കിൽ പോലും അപ്പോൾ തന്നെ ടെമ്പററി സിഗ്നൽ സ്ഥാപിക്കും. ഒരു അപ്പുറം ടെമ്പററി സിഗ്നൽ സ്ഥാപിച്ച് കൃത്യമായി ഒരു ഭാഗം മാത്രം ക്ലിയർ ആക്കിയിട്ടാണ്. ഒരു തരത്തിലും അവർ ഒരു അപകട സാധ്യത ഉണ്ടാക്കത്തില്ല. അതുപോലെ അവിടെ ഒരു അപകടമുണ്ടായ അപ്പം തന്നെ പഠനമാണ്. എന്ത് സംഭവിച്ചു, അതിന് വിശദമായ പഠനങ്ങളെ, കണക്കെടുപ്പ്, അളവെടുപ്പ്, മർദ്ദം നോക്കൽ, ഇങ്ങനെ. നമ്മുടെ ഇവിടെ വഴി കുത്തിപ്പൊളിച്ചിട്ടിട്ട് അതിലേക്ക് വീണ് മരിക്കുക എന്ന അവസ്ഥയാണ്. ഓടയിൽ വീണ് മരിക്കുന്നു. വളവ് തിരിഞ്ഞ് കൃത്യമായ സിഗ്നലുകളും കൃത്യമായി അശാസ്ത്രീയമായ രീതിയിൽ റോഡ് പണിതിട്ട് കൂട്ടിയിടിച്ച് മരിക്കുന്നു. ഈ അശാസ്ത്രീയം പറയുമ്പോഴാണ് തിരുവല്ലത്തെ ബൈപ്പാസിലെ ഓട്ടം അല്ലല്ല, ബൈപ്പാസ് തിരുവല്ലത്ത് പണി വരുന്നു. അപ്പോൾ തിരുവല്ലത്തുനിന്ന് നമ്മൾ കിഴക്കേക്കോടെ വഴിയുണ്ടല്ലോ, ബസ് പോകുന്ന വഴി, ആ വഴി അവർ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ബൈപ്പാസ് നേരെ പണിതിങ്ങി പോകുന്നു. അത് ശരി. അപ്പോൾ അവിടുന്ന് ആ കോവളം ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിക്ക് തിരുവല്ലത്തുനിന്ന് വലതേക്ക് തിരിഞ്ഞ് കിഴക്കേക്കോട്ടേക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ഭാഗങ്ങളുണ്ട്, കാച്ചല്ലൂർ എന്നൊക്കെ പറഞ്ഞത്. അവിടെ നിന്ന് വരുന്ന വണ്ടി 1 വേ കൂടെ കയറി വരും. നമ്മളിവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ നേരെ മുമ്പിൽ വണ്ടി വരിക. ഇപ്പോൾ ഒരു പോലീസുകാരനെ നിർത്തി തടയുന്നുണ്ട്. പക്ഷേ ഒരു 100 പേരെങ്കിലും, ഈ 100 പേരെന്ന് വെച്ചാൽ അതിശയോക്തിയായി പോകും. എന്തായാലും ഒരു 10-20 പേരെങ്കിലും ഈ ബൈപ്പാസ് തുറന്നു കൊടുത്തതിന് ശേഷം മരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എപ്പോഴാണ് മരിക്കുന്നറിയാമോ? തിരക്കില്ലാത്തപ്പോൾ സ്പീഡിൽ വരും. തിരക്കുള്ളപ്പോൾ പോലീസുണ്ട്, ആളുണ്ട്. തിരക്കില്ലാത്തപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈപ്പാസിൽ പാഞ്ഞങ്ങോട്ട് ചെല്ലുന്നു, നേരെ നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടി വന്ന് അങ്ങോട്ട് തിരിയാവുന്ന ഇടിച്ച് തെറിപ്പിക്കുന്നു. എത്ര ആളുകൾ മരിക്കുന്നു. അതുപോലെ ബൈപ്പാസിൽ മത്സര ഓട്ടം, ഒരു സ്ത്രീ മരിച്ചില്ലേ? സ്ത്രീയും വണ്ടി ഓടിച്ചയാളും മരിച്ചു. അല്ല, മത്സര ഓട്ടമാണെന്നറിയാം. ഇത് അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ട് പണി, അവിശ്വസനീയമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊപ്പമാണ് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചകളും. ഞാൻ പറഞ്ഞത് ഇപ്പം ഈ സുധിയുടെ മരണം എടുക്കുമ്പോൾ ഈ നമ്മൾ വളരെ അപഗ്രഥിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അപകടം സംഭവിക്കുന്ന 4:30-ക്കാണ്. തൃശ്ശൂർ വെച്ച് വടകരയിൽ നിന്ന് പോകുന്നതാണ്. അതിനർത്ഥം ഒരു
ഒരു 12 മണിക്കോ വല്ലതുമായിരിക്കും, 12 മണിക്ക് ശേഷമായിരിക്കും, 11:30-12 ശേഷമായിരിക്കും അവിടെ തിരിച്ചു പോകുന്നത്. ഇത് വല്ലാത്ത തെറ്റായ ഡിസിഷനാണ്. എപ്പോഴും റോഡ് അപകടങ്ങൾ വെളുപ്പിനാണ് ഉണ്ടാകുന്നത് ഭൂരിപക്ഷം. അവിടെ ശ്രദ്ധിക്കുന്ന ട്രാഫിക് അല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടാകുന്ന 2-3 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉറങ്ങിപ്പോയി ഉണ്ടാകുന്ന അപകടവും, രണ്ടാമത്തെ കാരണം മദ്യപിച്ചിട്ടുണ്ടാകുന്ന അപകടം. മദ്യപിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫാൾസ് കോൺഫിഡൻസ് ഉണ്ടാവും, അതിലാണ് നമ്മൾ പാഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഈ ഉറങ്ങിപ്പോകും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഉറങ്ങിപ്പോക്കത്തിന് ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ രാത്രി 12-ന് മുൻപ് ഡ്രൈവിംഗ് നിർത്തുക, വെളുപ്പിന് 3 മണിക്ക് മുമ്പ് ഡ്രൈവിംഗ് തുടങ്ങാതിരിക്കുക. ഇപ്പം ഞാനൊരിക്കൽ നമുക്കിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് എനിക്ക് രാവിലെ വരണം, ഞാൻ 3 മണിക്ക് എണീറ്റ് പോകും. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു മടിയുണ്ടാവും, എങ്കിൽ പോലും നമ്മൾ ഫ്രഷ് ആവും. ഒരു കടുകാപ്പി കുടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആവും. ശരി. അപ്പം 3 എന്ന് പറഞ്ഞാൽ നമ്മൾ 5 മണിക്കൂറും കൊണ്ട് ഇനി പോരാ. പക്ഷെ നമ്മൾ രാത്രി പുറപ്പെട്ട് ഈ 12 മണി കഴിഞ്ഞ് ഇങ്ങനെ ആ സമയത്ത് എപ്പോഴും ഉറക്കം വരും. അപ്പോൾ ഇവരെ ഈ തലേദിവസത്തെ പ്രോഗ്രാമിന് ശേഷം പിറ്റേ ദിവസം എവിടെയെങ്കിലും പ്രോഗ്രാം ഉള്ളതുകൊണ്ടായിരിക്കാം പോകുന്നത്, പെട്ടെന്ന് പോകുന്നത്. അതെ, ആയിരിക്കാം. ഈ ബാലഭാസ്കറിൻ്റെ മരണവും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ബാലഭാസ്കറിൻ്റെ മരണവും ഇയാൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തലേദിവസം നടയും കഴിഞ്ഞ് രാത്രി തിരിച്ചു പോകുന്ന വെളുപ്പിനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് ഈ വീഡിയോയിലൂടെ നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ആരും രാത്രി 12 മണിക്ക് ശേഷം ഡ്രൈവ് ചെയ്യരുത്. ഒരു 12 മുതൽ 3, പ്രത്യേകിച്ച് തുടർച്ചയായി 3 മണിക്ക് തുടങ്ങാം, പക്ഷേ നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങിയിരിക്കണം. അതെ, 2 മണി 2:30 വരെ കിടന്നുറങ്ങിയിട്ട് 3 മണിക്ക് തുടങ്ങാം. അതെ. അതുപോലെ നിങ്ങൾ വൈകുന്നേരം ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 10:30, 11 അല്ലെ 12-ന് മുമ്പ് നിർത്തണം. അതായത് കണ്ണിൽ ഉറക്കം കയറുന്നു എന്ന് തോന്നിയാൽ വണ്ടി ഓടിക്കരുത്. ഞാനൊരിക്കലെ ഫാമിലി ആയിട്ട് പോയപ്പോൾ എനിക്ക് ഉറക്കം ഫീൽ ചെയ്യുന്നു. അപ്പം ഉറക്കം ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് വായിക്കോട്ട എടുക്കും, നമ്മൾ അതിനെ അതിജീവിക്കും. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണടയുന്നത് പോലൊരു ഫീൽ വന്നു, തനിയെ അടഞ്ഞു പോകും തന്നെയാ. അപ്പം ഞാൻ അപ്പം തന്നെ ഒന്ന് ഫീൽ ചെയ്തു. അതായത് ആദ്യം ഫീൽ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടു, എൻ്റെ ഭാര്യയോടും പിള്ളേരുടെ ഇറങ്ങി നിങ്ങളിതിൽ നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയിരിക്കുകയോ ചെയ്യാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വന്നതെന്ന് പറഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞ് അവർ വരുമ്പോഴും ഞാൻ ഉറക്കമായ കാരണം അവരെന്നെ ശല്യം ചെയ്തില്ല. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉറക്കം തെളിഞ്ഞ് കയറിപ്പോന്നു, എൻ്റെ ആ ക്ഷീണം മാറി. അപ്പോൾ നമുക്കൊരു ചെറിയ ഫീൽ ഉറക്കത്തിനുണ്ടായാലും നമ്മൾ അതിനെ അവഗണിക്കുന്നു. ഞാനിപ്പോൾ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു ദിവസം ഞാനും നമ്മുടെ എഴുത്തുകാരൻ ഷാജി ജേക്കബ് ഒരു കാറിൽ വരിക, ഒരു ചെറിയ വഴി, ആ വയലിക്കട ഭാഗത്ത് ഒരു വലിയ വീതിയുള്ളത്. പക്ഷെ നേരെ ഒരു കാർ എൻ്റെ പാഞ്ഞു വരുന്നു. എന്നെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റ ഓണടിച്ചപ്പോൾ കാർ ഇങ്ങനെ വെട്ടിച്ചങ്ങ് പോയി. ഞാൻ ചാടി ഇറങ്ങി അലമ്പുണ്ടാങ്ങിയപ്പോൾ അവൻ ചേട്ടാ ക്ഷമിക്കണം ഉറങ്ങിപ്പോയതാണ്. അവൻ ഈ പാവം പയ്യൻ എന്തോ ടാക്സി ഓടിക്കുന്ന പയ്യനാണ്, എവിടെയോ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും ആലോചിക്കുക, ഈ അർദ്ധരാത്രിയിലെ വാഹനം യാത്ര ഒഴിവാക്കുക. അതാണ് ഈ വെളുപ്പിന് അപകടം. എത്രയോ എൻ്റെ ഒരു കസിൻ മലബാറിലുള്ള കണ്ണൂരുള്ള മരിച്ചു പോയിട്ടുണ്ട്. നിരവധി പേർ, എല്ലാവർക്കും നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആരെങ്കിലുമൊക്കെ വെളുപ്പാങ്കാലത്ത് അപകടത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ മരണത്തിന് സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്ന സംശയം എനിക്കുണ്ട്, ആരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എയർ ബാഗ് ഓപ്പണായി, അതിനിടയിൽ നിന്നാണ് ഇയാളെ എടുത്തതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എയർ ബാഗ് ഓപ്പൺ ആയെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിലേ എയർ ബാഗ് ഓപ്പൺ ആവൂ എന്നൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടാവണം. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എയർ ബാഗ് ഓൺ ആയി കഴിഞ്ഞാൽ അതെങ്ങനെ ഇത്രയും ഗുരുതരമായ ഒരു അപകടം സംഭവിക്കും എന്നുള്ള ഒരു ചിന്തയും കൂടെ നമുക്ക് അതിനകത്ത് വരുത്തേണ്ടതുണ്ട്. നമുക്കറിയില്ല, നമുക്ക് ആധികാരികം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, പ്രാഥമികമായുള്ള അറിവേ ഉള്ളൂ. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ഇടണം. തീർച്ചയായിട്ടും നിർബന്ധമായി. പുറകിലിരിക്കുന്നവരും മുമ്പിലിരിക്കുന്നവരും പുറകിലിരിക്കുന്നവർ ഇടണ്ട എന്നൊരു താല്പര്യം കാണിക്കും. അതെ. അതുപോലെ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക ആ സംവിധാനം തീർച്ചയായിട്ടും എല്ലാവരും വാഹനങ്ങളിൽ പിടിപ്പിക്കണം, ചെറിയ കുട്ടികൾക്കായി. ഈ സുധിയുടെ മരണം നമ്മൾ നോക്കുമ്പോഴേ ഇയാളുടെ ആദ്യ ഭാര്യ കുഞ്ഞ് ഉപേക്ഷിച്ചു പോയി. ഈ ആദ്യ ഭാര്യ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയപ്പോഴത്തെ അയാൾ വളരെ വൈകാരികമായി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞിനെയും കൊണ്ടാണ് അയാൾ സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നത്. എന്നിട്ട് കുഞ്ഞിനെ സ്റ്റേജിൻ്റെ പിറകെ കൊണ്ട് ഉറക്കെ കിടത്തിയിട്ടാണ് പരിപാടി കയറുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവം. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ സ്റ്റേജിൽ കാണുന്നത് തമാശ പറയുന്ന, കൗണ്ടർ പറയുന്ന ഒരു കലാകാരനെയാണ്. പക്ഷെ അവൻ്റെ ഉള്ളിലെ വേദന എന്ന് പറയുന്നത് നമ്മളൊരിക്കലും അറിയുന്നില്ല. തൊട്ട് പിറകിൽ പോലും അവൻ്റെ കുഞ്ഞ് ചിലപ്പോൾ ഒരുപക്ഷെ ഉറക്കം തെളിഞ്ഞ് കരയായിരിക്കും. അതെ, ഒരു കുഞ്ഞ് അവിടെ വെച്ചിട്ട് ഇവൻ്റെ ഒരു ചിന്തയുണ്ടാവും. ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. എന്തായാലും
ആ സ്ത്രീ ആദ്യത്തെ ഭാര്യ വേറൊരാളോടെ പോയത് വരെ ഇവൻ ഈ ഡാൻസറും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കൊല്ലം KR പ്രസാദ് എന്ന് പറയുന്ന ഒരു നാടകം, നമ്മുടെ സനുവിന്റെ പിതാവ്, നമ്മുടെ സ്റ്റാഫ് പോസ്റ്റ് പ്രൊഡക്ഷനിലെ സനുവിന്റെ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ പയ്യൻ നല്ല പയ്യനാണ്. ഇപ്പം നമ്മളൊരു അവസാനം ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു കുറേ കാലം. കോട്ടയം എന്താണ് കോട്ടയം കലാഭവൻ കോട്ടയം കലാഭവൻ എന്ന പരിപാടി. അപ്പം അത് അദ്ദേഹം നടത്തിയിരുന്നു കുറച്ച്. അന്ന് ഈ മിമിക്സ് പരേഡിന് വരുമായിരുന്നു പയ്യൻ. അപ്പോൾ അവിടെ പോലും ഈ ആളുകൾ പലപ്പോഴും നല്ല അവസരങ്ങൾ ഈ കൗണ്ടർ ചെയ്യാനൊക്കെ കിട്ടുമ്പോൾ ഇവനോട് ഒരാൾ ഒന്ന് ചേട്ടൻ ഞാൻ ചെയ്തോട്ടെന്ന് ചോദിച്ചാൽ ചെയ്തോളം പറയായിരുന്നു. നല്ല പയ്യനായിരുന്നു, വളരെ ദരിദ്രമായ സാമ്പത്തിക സാഹചര്യത്തിൽ, പക്ഷെ ഭയങ്കര സ്നേഹമുള്ളവൻ, സാധുവായിരുന്നു. പക്ഷേ ഈ പെങ്കൊച്ച ആ സമയത്ത് ഈ മറ്റേ ഈ ഡാൻസ് ട്രൂപ്പൊക്കെ ഉണ്ടല്ലോ മറുപടി അങ്ങനെ വന്ന് ഏതൊരു പയ്യൻ്റെ കൂടെ ആണ് ഇവൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പിച്ചത്. കുഞ്ഞിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് അയാൾ ജീവിച്ചു. എന്നിട്ട് ഏറ്റവും കൗതുകമുണ്ടാക്കുന്ന കാര്യം, ഏറ്റവും കൗതുകം തെറ്റാണ്, ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്തു. ആദ്യ ഭാര്യ പിന്നീട് ആത്മഹത്യ എന്നുള്ളതാണ്. ആദ്യം ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയി അവർക്ക് അവരുടെ എന്തോ അവർ ആത്മഹത്യ ചെയ്തു. പക്ഷെ അയാൾ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ കരുത്ത് അയാളുടെ പുതിയ ഭാര്യയിൽ നിന്ന് കിട്ടിയിരുന്നു. വളരെ സന്തോഷത്തോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് അഭിമുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അകാലത്തിൽ പൊരിഞ്ഞു. ഇത് നമുക്ക് നൽകുന്ന പാഠം, തീർച്ചയായും നമുക്ക് നൽകുന്ന എന്താണ്, നമ്മൾ ഈ ഇത്തരം അപകടങ്ങൾ നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുക, നമ്മളുടെ ആ ഒരു സമയക്രമം അനുസരിച്ച് നമ്മളുടെ ജീവിതം നോക്കുക, രാത്രിയുള്ള ഡ്രൈവിങ് ഒഴിവാക്കുക. മാത്രമല്ല നമ്മൾ എപ്പോഴും നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നീള കുഴിയാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേര് അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര പേരാണ് അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്നത്, വഴി നോക്കാതെ ഒന്നും നോക്കാതെ അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്നവരുണ്ട്, അത്തരത്തിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുണ്ട്. അതൊക്കെ ഒഴിവാക്കുക, നമ്മൾ സേഫാക്കി നിർത്തുക. പിന്നീട് എന്താണ് ഇത് വിധിയാണ് ഇതാണെന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ നമ്മുടെ ഭാഗം ക്ലിയറാക്കി വെക്കുക. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക, അംഗീകരിക്കുക. പ്രത്യേകിച്ച് ഇന്ന് മുതൽ പുതിയ ക്യാമറ, അതെ, എല്ലാവരും പോക്കറ്റും ചോരും, വീട്ടിലേക്ക് എല്ലാവർക്കും മെസ്സേജ് വന്നു തുടങ്ങി. 1000 രൂപ. എന്തായാലും കരുതലെടുക്കുക. നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ നമുക്കാണ് നഷ്ടം. അതുകൊണ്ട് നമ്മൾ കരുതലെടുക്കുക. അത് ഉറങ്ങിയുള്ള ഡ്രൈവിങ്ങിലാണെങ്കിലും മദ്യപിച്ചുള്ള ഡ്രൈവിങ്ങിലാണെങ്കിലും അമിത വേഗതയിലാണെങ്കിലും ഏത് തരത്തിലാണ് നമ്മുടെ ജീവിതമാണ് ഈ വാഹനത്തിലിരിക്കുന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അപകടത്തെ തടയാൻ കഴിയും. എന്തായാലും ഈ അതുല്യ കലാകാരൻ, അകാലത്തിൽ പൊലിഞ്ഞുപോയ ഈ അതുല്യ കലാകാരനെ ആദരാഞ്ജലികൾ. നന്ദി.